തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, എക്കാർട്ട് ടോളിൻ്റെ മനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ പേരാ ദ പവർ ഓഫ് നൗ. അത് പറയുന്നത് ഇന്നിൽ ജീവിക്കാനാണ്. നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും പലപ്പോഴും നാളെയെക്കുറിച്ചും ഇന്നലെയും കുറിച്ചാണ്. ഇന്നിൽ ജീവിക്കാൻ നമുക്കറിഞ്ഞുകൂടാ. പഴയകാലത്തെ സങ്കടങ്ങളാണ് ഡിപ്രഷൻ, വിഷാദം. നാളെക്കുറിച്ചുള്ള ആകുലതയാണ് ആങ്സൈറ്റി. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയുമാണ് മുഴുവൻ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ഇന്നിൽ ജീവിക്കാൻ. ആ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ മനോഹരമൊരു കഥയുണ്ട്. ഒരു യാചകൻ ഒരു തെരുവിൻ്റെ വക്കിലിരുന്നു കൊണ്ട് വർഷങ്ങളായിട്ട് യാചിച്ചു കൊണ്ടിരിക്കുക. ഒരു തകരപ്പെട്ടിയുടെ മുകളിലിരുന്നു കൊണ്ട് ഏകദേശം 30 വർഷങ്ങളായിട്ട് ഇങ്ങനെ യാചിക്കുക, വരുന്നവരോടൊക്കെ എന്തെങ്കിലും തരണമേ എന്ന്. ഒരു ദിവസം ഒരു അപരിചിതൻ ആ വഴി കടന്നു വന്നപ്പോൾ ആ യാചകൻ ചോദിച്ചു, എന്തെങ്കിലും തരണമേ എന്ന്. അപരിചിതൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ എൻ്റെ കൈവശം ഒന്നുമില്ല. പിന്നെ അയാൾ പറഞ്ഞു, നിങ്ങളിരിക്കുന്ന ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. യാചകൻ പറഞ്ഞു, ഓർമ്മയുള്ള നാൾ മുതൽ ഈ പെട്ടി ഇവിടെയുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല, ഞാനും ശ്രദ്ധിക്കാറില്ല. ഇതിനുള്ളിൽ ഒന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപരിചിതൻ പറഞ്ഞു, ഒന്ന് തുറന്നു നോക്കിക്കൂടെ? അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം യാചകൻ പതിയെ ആ പെട്ടി തുറന്നു. മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം ആ പെട്ടിക്കുള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. എവിടെ നിന്നോ വന്ന് എവിടേക്ക് പോകുന്നൊരു അപരിചിതനായി മാത്രം നിങ്ങൾ എന്നെ കരുതുക. നിങ്ങളോട് ഞാൻ പറയുക, ഉള്ളിലേക്കൊന്ന് നോക്കാൻ. നിങ്ങൾക്ക് തരാൻ എൻ്റെ കൈവശം ഒന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്നു ഉള്ളിലേക്കൊന്ന് നോക്കാൻ. കഥയില്ലെന്നതുപോലെ ഏതെങ്കിലും തകരപ്പെട്ടിക്കുള്ളിലേക്കല്ല നോക്കേണ്ടത്, അതിനേക്കാൾ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്. അപ്പോൾ കാണാനാകും വിലപ്പെട്ട ഒരുപാട് നന്മകളുടെ, ദൈവത്തിൻ്റെ കൃപയുടെ അമൂല്യനിധി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾ യാചകരല്ല എന്ന്. ചുറ്റുമുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അപൂർവമായ ആനന്ദവും സമാധാനവും നിങ്ങൾ കണ്ടെത്തിയില്ല എങ്കിൽ നിങ്ങളും ഞാനുമൊക്കെ യാചകരല്ലേ. പലപ്പോഴും നാം ആനന്ദം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ഭൗതിക വസ്തുക്കളിലാണ്, അധികാരത്തിലാണ്, സ്ഥാനമാനങ്ങളിലാണ്, സമ്പത്തിലാണ്, ബന്ധങ്ങളിലാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ആഴമുള്ള നിധി നമ്മുടെ ഉള്ളിലുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, നമ്മൾ മൺപാത്രത്തിലെ നിധിയാണെന്ന്. ട്രഷറി ഇൻ എ പോട്ട്. ഉടഞ്ഞു പോകുന്ന മൺമാത്രമാകാം ഈ ശരീരം, എന്നാൽ അതിൻ്റെ ഉള്ളിൽ അമൂല്യമായ നിധിയുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. പക്ഷേ അവൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ നാം ആദ്യം സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകണം. അഹന്തയുടെ, കോപത്തിൻ്റെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, പാപഭാരത്തിൻ്റെയൊക്കെ സാന്നിധ്യമുള്ളിൽ നിന്ന് കടന്നു പോകുമ്പോൾ, ഉള്ളം ശൂന്യമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയുക. കാനായിലെ കല്യാണ വീട്ടിൽ 6 കൽഭരണികൾ ശൂന്യമായപ്പോഴാണ് ക്രിസ്തുവിൻ്റെ കൃപയുടെ വീഞ്ഞ് അത് നിറയപ്പെട്ടത്. അതെ, നാം മൺപാത്രത്തിലെ നിധി പോലെ തന്നെയാണ്.
നമ്മുടെ ഉള്ളം ശൂന്യമാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയപ്പെടും. ആ തിരിച്ചറിവിൻ്റെ വെട്ടം നമ്മളെ കുറേ കൂടി എളിമപ്പെടുത്തട്ടെ.